ഉച്ചയ്ക്ക് 12 മണിക്ക് അർദ്ധരാത്രി പോലെ പെട്ടെന്നിരുട്ട് വന്നാൽ എന്തു ചെയ്യും? എന്നാൽ അങ്ങനെയൊരു ദിവസത്തിനായി കാത്തിരുന്നുകൊള്ളൂ. നട്ടുച്ചയ്ക്ക് പോലും ഇരുട്ടാകുന്ന പ്രതീതി ജനിപ്പിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏപ്രിൽ ആദ്യവാരം ഉണ്ടാകാൻ പോവുകയാണ്. അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണ് ഏപ്രിൽ 8 നടക്കുക. വടക്കേ അമേരിക്കയിലായിരിക്കും ഇത്തവണ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുക. 2017 ആഗസ്റ്റ് 21 അമേരിക്കയിൽ അനുഭവപ്പെട്ട സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ശേഷം 6 വർഷങ്ങൾക്കും 7 മാസവും 18 ദിവസത്തിനും ശേഷമാണ് അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണം എത്തുന്നത്. ഗ്രഹണ ദിവസം ഭൂമിയും ചന്ദ്രനും സൂര്യനിൽ നിന്ന് ശരാശരി 150 ദശലക്ഷം കിലോമീറ്റർ ദൂരം നിലനിർത്തിയായിരിക്കും സ്ഥിതി ചെയ്യുക. ഇതിന് 7.5 മിനിറ്റ് നേരത്തേക്ക് സൂര്യനെ പൂർണ്ണമായി മറയ്ക്കും. ഇത്രയും സമയം അപൂർവ സംഭവമാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഇതിനു മുൻപ് 1973 ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നത്. ഗ്രഹണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് എത്തുമ്പോൾ സാധാരണ കാണുന്നതിനേക്കാൾ വലിപ്പത്തിൽ ചന്ദ്രനെ ആകാശത്ത് കാണാനാകും. വെറും 3,60,000 കിലോമീറ്റർ മാത്രം അകലെയായിരിക്കും ചന്ദ്രൻ ആ ദിവസം. സമ്പൂർണ്ണ ഗ്രഹണങ്ങൾ മറ്റേതൊരു ചന്ദ്രഗ്രഹണത്തെക്കാളും സൂര്യഗ്രഹണത്തെക്കാളും മനോഹരമാണെന്നും പറയുന്നുണ്ട്. ഈ സമയം സന്ധ്യ പോലെ ആകാശം ഇരുണ്ടിരിക്കാമെന്നും വിദഗ്ധർ പറയുന്നു. ഇത്തവണ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തോടൊപ്പം ഡെവിൾസ് കോമറ്റ് അഥവാ ചെകുത്താൻ വാൽനക്ഷത്രം എന്നറിയപ്പെടുന്ന വാൽനക്ഷത്രവും ദൃശ്യമായേക്കാം എന്നും പറയുന്നു. ഏപ്രിൽ 8 ശേഷം 20 വർഷത്തിന് ശേഷമേ അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണം സാക്ഷ്യം വഹിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കൂ എന്നാണ് നാസ പറയുന്നത്. എന്താണ് ചെകുത്താൻ വാൽനക്ഷത്രം എന്നുകൂടി നോക്കാം. 12P പോൺസ് ബ്രൂക്കസ് എന്നാണ് ഈ വാൽനക്ഷത്രത്തിന്റെ യഥാർത്ഥ പേര്. 1812 ജീൻ ലൂയി പോൺസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ഈ വാൽനക്ഷത്രത്തെ കണ്ടെത്തിയത്. 17 കിലോമീറ്റർ വീതിയുള്ള ഈ വാൽനക്ഷത്രം ഓരോ 71 വർഷം എടുത്താണ് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്. സൂര്യനിൽ നിന്നുള്ള വികിരണം കടുക്കുമ്പോൾ ചിലപ്പോൾ ഈ വാൽനക്ഷത്രത്തിന്റെ മഞ്ഞ് നിറഞ്ഞ പുറന്തോട് പൊട്ടുകയും ക്രയോമാഗ്മ എന്ന പദാർത്ഥം പുറത്തേക്ക് തെറിക്കുകയും ചെയ്യാറുണ്ട്. ഈ തെറിക്കുന്ന പദാർത്ഥ ഘടന കൊമ്പുകളെ പോലെ തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഡെവിൾസ് കോമറ്റ് എന്ന് പേര് ലഭിച്ചത്. ഛിന്നഗ്രഹങ്ങൾ പാറയോ ലോഹമോ കൊണ്ട് നിർമ്മിതമാണ്. എന്നാൽ വാൽനക്ഷത്രങ്ങളിൽ പാറയ്ക്കൊപ്പം വിവിധ വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെ തണുത്തുറഞ്ഞ രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ സൂര്യന് സമീപം എത്തുമ്പോൾ വാതകങ്ങൾ ചൂടായി പുറത്തേക്ക് പോവുകയും വാലുപോലെ കാണപ്പെടുകയും ചെയ്യും. സൗരയൂഥത്തിൽ ഇതുവരെ കണ്ടെത്തപ്പെട്ട ഏറ്റവും വലിയ വാൽനക്ഷത്രം ബെർണാർഡിനെല്ലി ബ്രെയിൻസ്റ്റീൻ മെഗാ കോമറ്റ് ആണ്. 100 കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ വാൽനക്ഷത്രം സാധാരണ വാൽനക്ഷത്രങ്ങളെക്കാൾ 1000 മടങ്ങ് ഭാരമുള്ളതാണ്. ഭൂമിയിൽ നിന്ന് ശതകോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഊർട്ട് ക്ലൗഡ് എന്ന മേഖലയിലാണ് വാൽനക്ഷത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ 29 മടങ്ങ് ദൂരത്തിൽ. 2031 ഈ വാൽനക്ഷത്രം ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുന്നത്. അപ്പോഴും വളരെ സുരക്ഷിതമായ അകലത്തിലാകും ഇത് നിൽക്കുകയെന്ന് ഗവേഷകർ പറയുന്നു.